മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനായി ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പ്രതികരിച്ചതോടെ മാളയുടെ കായിക സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ ആവശ്യത്തിൽ മുഖം തിരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കോടതിയിലിരിക്കുന്ന കേസിൽ പ്രതികരിക്കാനില്ലെന്നും വിശദീകരണം. ഉടമസ്ഥാവകാശം പഞ്ചായത്തിന്റെ കൈവശം നിർത്തി എന്നിട്ട് ആർക്കിയോളജിയുടെ പ്രൊട്ടക്റ്റഡ് ലാൻഡിലേക്ക് നോട്ടിഫൈ ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങളായിട്ട് പോയി കണ്ടെത്തി വന്നതല്ല മനസ്സിലായി, ഇത് ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് മാറ്റാനുള്ള മാർഗം, മാറ്റാനൊരു മാർഗമുള്ളത് ഡീനോട്ടിഫൈ ചെയ്യണം. ഡീനോട്ടിഫൈ ചെയ്ത് അത്ര എളുപ്പമാണ്, അത് ഒരുപാട് നിയമക്കുറിപ്പിലേക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുക പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. പഞ്ചായത്ത് ഭരണസമിതി അന്നത്തെ സാഹചര്യത്തിൽ എഴുതി കൊടുത്ത ഈ പറയുന്ന നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് അതിൻ്റെ പഴയ ഉപയോഗിക്കപ്പെട്ട ഭാഗങ്ങളെ സംബന്ധിച്ചും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയം പാസ്സാക്കി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭാഗികമായി ഡീനോട്ടിഫൈ ചെയ്ത് അവിടെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഇൻഡോർ കോർട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി സാധിക്കും. കോടതി വ്യവഹാരത്തിലേക്ക് പോകും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഡീനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കി. മാളയുടെ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇനി എത്ര കാത്തിരിക്കണം? പഞ്ചായത്ത് വിട്ട് സ്റ്റേഡിയം നൽകിയ ഭൂമി ഡീനോട്ടിഫൈ ചെയ്താൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കായിക മന്ത്രിയുടെ ഉറപ്പ്. പ്രസ്തുത ഭൂമി പുരാവസ്തു വകുപ്പിൽ ഉൾപ്പെടുന്നത് ആ വകുപ്പ് കൂടി കൈയാളുന്ന മന്ത്രിക്ക് വെല്ലുവിളിയല്ല. വകുപ്പിന്റെ കീഴിലുള്ള 4 ഏക്കർ സ്ഥലത്തെ 3 ഏക്കറിലാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി പദ്ധതി തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശേഷിക്കുന്ന 1 ഏക്കർ സ്ഥലത്ത് ജൂതന്മാരുടെ കല്ലറകളാണ് ഉൾപ്പെട്ടിരുന്നത്. ഈ ഭാഗത്ത് സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരുന്നത്. ജൂത സമൂഹം മാള പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചത്. 2005 പഞ്ചായത്ത് ജവഹർലാൽ നെഹ്റു മിനി സ്റ്റേഡിയം ഒരുക്കിയത്. പിന്നീട് 2011 അന്നത്തെ MLA A.K. ചന്ദ്രന്റെ ആവശ്യപ്രകാരം ധനമന്ത്രി തോമസ് ഐസക് 1 കോടി രൂപ അനുവദിക്കുകയും സ്റ്റേഡിയത്തിന് കെ കരുണാകരൻ സ്റ്റേഡിയം എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് പിന്നീട് കൊടുങ്ങല്ലൂർ MLA ആയ TN പ്രതാപൻ അന്തർദേശീയ നിലവാരത്തിലുള്ള ഗ്രാമീണ സ്റ്റേഡിയം എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കൗൺസിൽ 8.50 കോടി രൂപയുടെ വികസന പദ്ധതി തയ്യാറാക്കി. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ സ്റ്റേഡിയവും ശൗചാലയ ബ്ലോക്കും നിർമ്മിച്ചു. കൂടാതെ 35 ലക്ഷം രൂപ ചെലവഴിച്ച് 7 ട്രാക്കിന്റെ അടിസ്ഥാന ഘട്ടമായ മെറ്റലിംഗ് ജോലികളും പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് പുരാവസ്തു പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഭരണതല തടസ്സങ്ങളും കാരണം പദ്ധതി മുടങ്ങി. ഇന്ന് കാടുകയറി കിടക്കുന്ന സ്റ്റേഡിയം വീണ്ടും കായിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനായി ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞിരുന്നു. മാള പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണ യോഗത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോടതിയുടെ കീഴിൽ ഇരിക്കുന്ന നിയമ പോരാട്ടം നടക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇല്ലെന്നാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.K. രാധാകൃഷ്ണൻ മീഡിയ ടൈമിനോട് പ്രതികരിച്ചത്. നിലവിലെ പുരാവസ്തുവിൻ്റെയും അതുപോലെ പുരാവസ്തുവിൻ്റെ സംരക്ഷിത ഇതിൽ ഉൾപ്പെടുന്ന ഒരു ഇതാണ് ഈ സിംസ്തേരി. കഴിഞ്ഞ കാലങ്ങളിൽ യഹൂദ ശ്മശാനവുമായി ബന്ധപ്പെട്ട് കോടതി വിധികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളും ഉണ്ടായിട്ടുള്ള വിഷയമാണത്. അപ്പോൾ ഇതിന്മേൽ നിലവിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ യാതൊരു കാരണവശാലും അഭിപ്രായം പറയാനായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. പ്രസിഡന്റിന്റെ പ്രതികരണം രാഷ്ട്രീയ ഒഴിഞ്ഞുമാറലായി വ്യാഖ്യാനിക്കാം. അങ്ങനെ വന്നാൽ സ്റ്റേഡിയം സ്വപ്നം വീണ്ടും നീളും. ഇതിനൊപ്പം മുസ്ലിം പൈതൃക പദ്ധതിയുടെ കീഴിലുള്ള മാള സിനഗോഗിന്റെ പുനരുദ്ധാരണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. പൈതൃക സംരക്ഷണത്തിന്റെ പേരിൽ നീണ്ടുപോകുന്ന നടപടികൾക്ക് വേഗം കൂട്ടാൻ ഭരണതല ഇടപെടൽ ആവശ്യമാണെന്ന ആവശ്യവും ശക്തമാണ്. കായികം, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകൾ ഒരേ മന്ത്രിയുടെ കീഴിലെത്തിയ സാഹചര്യത്തിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന സ്റ്റേഡിയത്തിനും സിനഗോഗിനും ഇനി പുതിയ ജീവൻ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഒ.ജെ. ജനീഷിൽ മാളയുടെ പ്രതീക്ഷകളും വളരുകയാണ്. മീഡിയ ടൈം, മാള.